നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. അനുകൂലമായ ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഈ പറയുന്ന കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇവർക്ക് വിജയത്തുടക്കമാണ്. ഇവരുടെ നഷ്ടങ്ങൾ കുറച്ച് പൂർണ്ണമായും ഇല്ലാതാക്കി ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന സമയമാണ്. ഇവർ എല്ലാ കാര്യത്തിലും വിജയിക്കാൻ പോകുന്ന നാളുകാരാണ്. ഇവർ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാന് ഇഷ്ട വഴിപാട് സമർപ്പിക്കുക, ജലധാര, പിൻവിളക്ക്, വെള്ളനിവേദ്യം ഇത്യാദി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഗുണവും ദോഷവുമുള്ള നക്ഷത്രക്കാർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും മഹാദേവന്റെ അനുഗ്രഹത്തിലൂടെ സാധ്യമാക്കും. ഇപ്പോൾ ഉള്ള അനുകൂലമായ ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ഇവരുടെ ജീവിതത്തിൽ അത്യപൂർവമായി ലഭിക്കുന്ന നേട്ടങ്ങൾ ഇവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. ഇവർ വിജയിക്കും. ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ തടസ്സങ്ങൾ മാറി നിൽക്കുകയും ഉയർന്ന പദവികൾ വഹിക്കാൻ സാധിക്കുകയും ഉയരത്തിലേക്ക് എത്താനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന കുറച്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള എൻ്റെ ഉപാസന ശക്തിയായ എൻ്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും തങ്ങളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ആഗ്രഹ സഫലീകരണത്തിനു വേണ്ടിയുള്ള സങ്കല്പവും പ്രാർത്ഥനയും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും. താങ്കളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും നന്ദി അറിയിക്കുന്നു. വലിയ ഭാഗ്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ വന്നു ചേരുന്ന നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ്. ഒട്ടേറെ അനുകൂലമായ ഫലങ്ങൾ ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി വരാൻ പോകുന്നത് വലിയ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവർ ഏതൊരു കാര്യത്തിന് ഇറങ്ങിയാലും അത് വിജയിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇവർക്ക് സമൂഹത്തിലോ കുടുംബത്തിലോ ഇവരുടെ കർമ്മപദത്തിലോ അംഗീകാരം പ്രശസ്തിയുമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇവർ നിശ്ചയമായും ഉയരത്തിലെത്താനുള്ള ഒരു സമയമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഉന്നത പദവികൾ അലങ്കരിക്കുന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും രാജകീയ പദവികൾ വരെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. ബന്ധുക്കൾ ഒക്കെ നല്ല ഇടപെടലുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇവരുടെ പിന്തുണയും പരിശ്രമവും സന്തോഷപൂർണമായ ഇടപെടലൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സന്തോഷ നിമിഷങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. ഇവർക്ക് യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുപാട് കിട്ടും. അതിലൂടെ ഇവർക്ക് നേട്ടങ്ങൾ, സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള അവസരങ്ങളൊക്കെ ഇവർക്ക് ലഭ്യമാക്കും. ആഗ്രഹ സഫലീകരണം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. പുതിയ പുതിയ അവസരങ്ങൾ ഇവരുടെ മുന്നിൽ വന്നു ചേരും. വിജയം, അത് തൊഴിൽപരമായിട്ടുള്ള വിജയം ഇവർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ഇഷ്ട വഴിപാട് സമർപ്പിക്കുക. വെറ്റിലമാല ഭഗവാന് ഏറ്റവും ഇഷ്ട വഴിപാടാണ്. ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിലെ എല്ലാവിധ തടസ്സങ്ങൾ മാറ്റാൻ ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ സാധ്യമാക്കും. ആഗ്രഹങ്ങളൊക്കെ നടക്കും. ഇവർക്ക് വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. വിദേശത്തേക്ക് നല്ല ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു യാത്ര നടത്താനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകും. അഭിമാനബോധത്തോടുകൂടി സമൂഹത്തിൽ ഇടപെടാൻ സാധിക്കും. ബിസിനസ് പരമായി വലിയ നേട്ടങ്ങൾ ഇവർക്ക് സാധ്യമാക്കുന്ന സമയം കൂടിയാണ്. മികച്ച അവസരങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടാകും. പുതിയ സുഹൃത്തുക്കളൊക്കെ ഇവർക്ക് വഴികാട്ടിയായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേട്ടങ്ങൾ ഒട്ടനധികം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന സമയമാണ്. ഇവർക്ക് പഠന സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുകയും വലിയ നേട്ടങ്ങൾ, വിജയങ്ങൾ കൊയ്യാനുള്ള പരീക്ഷകളിൽ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. അതിലൂടെ അവരുടെ ജീവിതം തന്നെ
പഠന സംബന്ധമായി മാറുന്ന ഒരു സമയം കൂടിയാണ്. ഇവർക്ക് ഇനി അങ്ങോട്ട് ജീവിതത്തിൽ മെച്ചപ്പെട്ട അവസ്ഥകൾ വന്നു ചേരുന്നു. സന്തോഷപൂർണമായ വാർത്തകൾ കേൾക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സ്വസ്ഥമായ മനസ്ഥിതി ഇവർക്ക് വന്നു ചേരും. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ള ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ്. ഇവർക്ക് പണം അവരുടെ കൈകളിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് ആ തടസ്സങ്ങൾ മാറുകയും തൊഴിൽ അനുകൂലമായി വന്നു ചേരുകയും ഇഷ്ട തൊഴിലിലേക്ക് പ്രവേശിക്കാൻ ഇവർക്ക് സാധിക്കും. തടസ്സങ്ങൾ ഒട്ടനവധി ഇവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. അലച്ചിലൊക്കെ മാറും. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി മികച്ച ആരോഗ്യം വന്നു ചേരുന്നതിനും രോഗദുരിതങ്ങൾ മാറി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. മികച്ച അവസരങ്ങൾ ഇവരുടെ കൂടി ഉണ്ടാകും. കാര്യഗൗരവത്തോടുകൂടി ഇവർ പ്രവർത്തനങ്ങളെ കാണും. തൊഴിൽ ലാഭം ഉണ്ടാകും. ദമ്പതികൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന, ഉപദേശങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുന്ന, അതിന് ഉതകുന്ന തരത്തിലുള്ള അവസ്ഥകൾ വന്നു ചേർന്നു. കാര്യവിജയം ഇവർക്കുണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നു. സ്വസ്ഥമായ മനസ്ഥിതി ഇവർക്ക് ഉണ്ടാകും. കലഹസ്വഭാവത്തോടുകൂടി ഉണ്ടായിരുന്ന ആളുകൾ തമ്മിൽ സ്നേഹബന്ധം ദൃഢമാക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും തടസ്സപ്പെട്ടു നിന്ന കാര്യങ്ങൾ ഒക്കെ വളരെ എളുപ്പത്തിൽ തന്നെ അത് അനുകൂലമായി വരുന്ന ഒരു സമയം ഉണ്ടാകുന്നു. സ്ഥാനക്കയറ്റം ഇവർക്ക് ലഭിക്കുന്നു. യാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. ബന്ധുജനങ്ങളുടെ സഹായം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾ മാറി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നു. കോടീശ്വര യോഗം വരെ ലഭിക്കാനുള്ള അവസരങ്ങൾ ഇവരുടെ മുന്നിൽ വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് പുതിയ പുതിയ നേട്ടങ്ങൾ വന്നു ചേരുന്നു. ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. മനപ്രയാസമൊക്കെ മാറ്റിയെടുക്കാൻ ഇവർക്ക് സാധിക്കുകയും ജീവിതത്തിൽ ഏറ്റവും സുഗമമായ നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച അവസരങ്ങളും ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. ഭാഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നാളുകൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് ഗുണങ്ങൾ ഏറെ വന്നു ചേരുകയും വിജയം ഇവരുടെ കൂടെ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. സൗഹൃദങ്ങൾ, സുഹൃത്തുക്കൾ ഒക്കെ അവരുടെ ജീവിതത്തിനെ സ്വാധീനിക്കുന്ന ഒരു ശക്തിയായി മാറുന്നു. വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുകയും പുതിയ വീട്ടിലേക്ക് പ്രവേശിക്കാനുള്ള അവസരങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. കാര്യവിജയമൊക്കെ ഇവർക്ക് വന്നു ചേരും. ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ലഭ്യമാകും. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വിജയം ഇവരുടെ കൂടി ഉണ്ടാകും. മോശപ്പെട്ട അവസ്ഥയിൽ നിന്ന്, കടബാധ്യതയിൽ നിന്നുള്ള മോചനം ലഭിക്കുകയും മികച്ച അവസരങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ആരോഗ്യം ശ്രദ്ധിക്കുക. വ്യവഹാരങ്ങളിൽ നിന്ന് ചില തിക്തമായ അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ശത്രുദോഷമൊക്കെ മാറുന്നു. മനപ്രയാസം മാറുന്നു. പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്ന് ഇവർ അനുകൂലമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരും. സ്വസ്ഥമായ മനസ്ഥിതിയോടുകൂടി മനപ്രയാസമില്ലാതെ സന്തോഷപൂർണമായ ഒരു ജീവിതം നയിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ദമ്പതികൾ തമ്മിൽ സ്നേഹബന്ധത്തോടുകൂടി കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുന്ന സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി നിൽക്കുകയും ഏറ്റവും അനുകൂലമായ രീതിയിൽ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. എല്ലാവിധ തടസ്സങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിത വിജയം നേടാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും മികച്ച രീതിയിലുള്ള ജീവിതവും രക്ഷപ്പെടാനുള്ള അവസരങ്ങളും ഈശ്വരന്റെ അനുഗ്രഹത്തിലൂടെ ഇവർക്ക് വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തികപരമായി ഇവർക്ക് മികച്ച അവസരങ്ങളും മുന്നേറ്റങ്ങളും ഒക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.